അപ്പം ശരിക്കും പറഞ്ഞ ഡോക്ടർക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് തരേണ്ട ആവശ്യമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പ്രസവം വരെ എന്നോട് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയിക്കോളാൻ, അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന വഴിയിൽ പ്രസവിക്കും, തേങ്ങയാണ് മാങ്ങയാണ്, അങ്ങനത്തെ കുറേ ഡയലോഗുകൾ അടിച്ചു. ഞങ്ങൾ തീരുമാനിച്ചു ഇനി ഇത് കൂടുതൽ ഈ ഡോക്ടറെ കാണിച്ച് ശരിയാവില്ല, എന്ത് റിസ്ക് വന്നാലും നമുക്ക് ഇവിടെ നിന്ന് മാറ്റി കാണിക്കണം. അപ്പൊ തന്നെ ഞാൻ കേൾക്കുന്നത് ഒരു ചേച്ചിയുടെ കരച്ചിലാണ്. അപ്പൊ അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ്, ഞാൻ നോർമൽ ഡെലിവറി എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വേണ്ട, എനിക്ക് സിസേറിയൻ മതി. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഒരു സംഭവബഹലമായ എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ. അപ്പം ഇത് അത്യാവശ്യമുണ്ട്, അപ്പം എന്തായാലും ഞാൻ 2 പാർട്ടായിട്ടാവും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം എനിക്കിവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൊച്ചി ലൈഫ് ലൈൻ ഹോസ്പിറ്റലായിരുന്നു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. എനിക്ക് PCOD ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം PCOD ഇഷ്യൂവിന് മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് നമുക്ക് കുറച്ച് ഫുഡ് റൊട്ടീനും കാര്യങ്ങളും പിന്നെ എക്സസൈസും, ഇത്രയാണ് PCOD ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഡോക്ടർ ഒരു 3 മാസമാണ് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 മാസത്തിനുള്ളിൽ തന്നെ കൺസീവ് ആവുമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞ എക്സസൈസും കാര്യങ്ങളും എല്ലാം അതേപോലെ ഒരു കോംപ്രമൈസും കൂടാണ്ട് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടൈം പീരീഡിൽ ഞാൻ കൺസീവ് ആയിട്ടോ. ഓക്കെ, അപ്പം എനിക്ക് ഞാൻ ആദ്യത്തെ ഒരു 3 മാസം അവിടെ തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്, കൊച്ചിയിൽ തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം എനിക്കൊരു വോമിറ്റിംഗ് ഉണ്ടായി, പിന്നെ ഒരു ചില ഫ്രൂട്ട്സിൻ്റെ ഒന്നും സ്മെല്ല് പിടിക്കാണ്ട് വന്നു. അപ്പം ആ സമയത്ത് നമുക്ക് ഓൾറെഡി ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു കേട്ടോ, പോവേണ്ട ദിവസമായിരുന്നു. പക്ഷെ അതിന് മുന്നേ എനിക്ക് ഇങ്ങനെ ഒരു സിംറ്റം കണ്ടതുകൊണ്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചു. ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം എടുത്തു. അപ്പം ബ്ലഡ് ടെസ്റ്റിലെ വാല്യൂ കണ്ടപ്പോൾ തന്നെ ആയിരുന്നു മനസ്സിലായി ട്വിൻസ് ആണ് എന്നുള്ളത്. എനിക്ക് അത്ര വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഈ സംഭവം കാര്യങ്ങളൊന്നും പിടികിട്ടിയിരുന്നില്ല. അങ്ങനെ ഡോക്ടർ ഒരു ദിവസം പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്യാനായിട്ട്. അപ്പം സ്കാനിങ്ങിന് പോയി. ഡോക്ടർ നമുക്ക് അപ്പം തന്നെ കാണിച്ചു തന്നു കേട്ടോ, ട്വിൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തന്നു. വീട്ടിലൊക്കെ വിളിച്ചു, എല്ലാവരും നല്ല ഹാപ്പിയായി. അങ്ങനെ ഒരു 3 മാസം നമ്മൾ അവിടെ തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. കൊച്ചി ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് 3 മാസം കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തിയ സമയത്ത് വീട്ടുകാരെല്ലാവരും നിർബന്ധപ്രകാരം തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിക്കാലോ എന്ന് കരുതിയിട്ട് നമ്മൾ എടപ്പാളിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഹോസ്പിറ്റൽ. എനിക്കും ഏട്ടനും അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഡോക്ടറെ കാണിക്കാനായിട്ട്. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഇൻ കേസ് ഓഫ് എമർജൻസി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് ഏറ്റവും അടുത്ത് എത്തിപ്പെടാൻ പാകത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമ്മൾ അവിടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു 3, 4, 5 മാസം 6 മാസത്തോളം അവിടെ കാണിച്ചു. അപ്പം എനിക്ക് ഷോർട്ട് സർവീക്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്യൂ. അപ്പം ഒരു 5-ാം മാസത്തെ അനോമലി സ്കാനിങ്ങിന് പോയ സമയത്ത് അതൊന്നുകൂടെ സിവിയറായി. അപ്പോൾ ഷോർട്ട് സർവീക്സ് നല്ലോണം സിവിയറായി. അപ്പം ശരിക്കും പറഞ്ഞ ഡോക്ടർക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് തരേണ്ട ആവശ്യമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ സ്റ്റിച്ചിൻ്റെ ഒരു കാര്യം പോലും സംസാരിച്ചില്ല. ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പ്രസവം വരെ എന്നോട് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയിക്കോളാൻ, അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന വഴിയിൽ പ്രസവിക്കും, തേങ്ങയാണ് മാങ്ങയാണ്, അങ്ങനത്തെ കുറേ ഡയലോഗുകൾ അടിച്ചു. എനിക്ക് ഹസ്ബൻഡും ശരിക്കും നല്ലോണം പൊളിഞ്ഞു വന്നു കേട്ടോ. ശരിക്കും നമുക്കൊരു കാര്യം ഡോക്ടറെ അടുത്ത് ഒരു ഓപ്പണായി സംസാരിക്കാൻ ഒന്നിനും പറ്റില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആളാണ്. എനിക്കറിയില്ല, അങ്ങനെയാണ് തോന്നുന്നു. എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടെ കാണിക്കാനായിട്ട് കേട്ടോ. എനിക്ക് ഹസ്ബൻഡിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് മൈൻഡ് തുറന്ന് നമ്മൾ ശരിക്കും റിലീഫ് ആവുക ഡോക്ടറെ അടുത്ത്. അത്രയും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ആണല്ലോ നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടാവും. ഇവിടെ അതൊന്നും പറ്റില്ല. അങ്ങനെ ഡോക്ടർ എനിക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞു. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്, കാരണം എനിക്ക് ഫുഡ് കഴിക്കുക പോലും ഞാൻ കിടന്നിട്ടേ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആഴ്ചയിൽ ഒരിക്കലേ കുളിക്കാൻ പാടുള്ളൂ, പിന്നെ ബാത്റൂമിലും കാര്യങ്ങൾ പോകാൻ വേണ്ടി മാത്രം എണീക്കുക, ഭക്ഷണം കഴിക്കാൻ പോലും കിടന്നിട്ടേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അത്രയും നമ്മൾ അങ്ങനെ തന്നെ നോക്കി. എന്നിട്ട് പിന്നെ ഡോക്ടറെ കാണിക്കണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സെയിം സാധനം തന്നെയാണ്, റെസ്റ്റ് എടുക്കുക, കിടക്കുക, കിടക്കുക, കിടക്കുക. ഇത് എത്ര കിടന്നിട്ട് ഇതിനൊരു മാറ്റം കാര്യങ്ങളും സംഭവിക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് സ്റ്റിച്ച് ഇടുന്ന കാര്യം പോസിബിൾ അല്ല. അതൊരു ടൈം പീരീഡ് ഉണ്ട്, ആ സമയത്ത് നമ്മൾ ഇട്ടോളണം. ഓക്കെ, അപ്പം എനിക്ക് ഏട്ടനും ഞങ്ങൾ തീരുമാനിച്ചു ഇനി ഇത് കൂടുതൽ ഈ ഡോക്ടറെ കാണിച്ച് ശരിയാവില്ല, എന്ത് റിസ്ക് വന്നാലും നമുക്ക് ഇവിടെ നിന്ന് മാറ്റി കാണിക്കണം. അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അപ്പം ആ ഏട്ടൻ ത്രൂ ആണ് നമ്മൾ കോട്ടയ്ക്കൽ മിംസ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവിടെ എന്നെ കാണിച്ചിരുന്നത് റഹ്മത്തുന്നീസ എന്ന് പറഞ്ഞതൊരു മാമിനെയാണ് കേട്ടോ. ഒന്നും പറയാനില്ല, സന്തോഷം സമാധാനം എന്താന്നുള്ളത് അവിടെ നിന്നാണ് മനസ്സിലായത് കേട്ടോ. നമ്മളൊരു ഡോക്ടറെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളി സർവീസ് ആയിരുന്നു. ഡോക്ടർ കാര്യങ്ങളെല്ലാം കറക്റ്റ് നല്ല രീതിയിൽ പറഞ്ഞു തരും. നമുക്ക് എന്തും ചോദിക്കാം, മനസ്സ് തുറന്ന് ചോദിക്കാം. ഓക്കെ, മാം അന്ന് തന്നെ എന്നെ ടെസ്റ്റ് ചെയ്തു, സ്കാനിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് ഇതൊരു ഇഷ്യൂ ആവുന്ന വരെ കാത്തു നിൽക്കരുത്, നമുക്ക് സ്റ്റിച്ച് ഇടാം. ഓക്കെ, മാം പറഞ്ഞു തന്നെയാണ്, ഡോക്ടർക്ക് സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് എന്തായാലും സ്റ്റിച്ച് ഇടാം, ഒരു ഇഷ്യൂ ആവുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ട, സ്റ്റിച്ച് ഇടാന്ന് പറഞ്ഞു. വെരി നെക്സ്റ്റ് ഡേ നമ്മൾ സ്റ്റിച്ച് ഇട്ടു.
അപ്പം എനിക്ക് ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം മെന്റലി എല്ലാം സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ. എനിക്ക് അത്ര ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പോയി സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി പോയി. നമ്മൾ ലേബർ റൂമിലോട്ട് ഞാനും ഏട്ടനും ഒരുമിച്ച് കാലെടുത്ത് കുത്തി. അതും കഴിഞ്ഞ് ഒരു ഡോറ് തുറന്നിട്ട് കഴിഞ്ഞിട്ടാണ് ലേബർ റൂം വരുന്നത്. ലേബർ റൂമിന്റെ എൻട്രി എന്നുള്ള സമയത്ത് സംഭവം നമ്മൾ കാലെടുത്ത് വെച്ചു. അപ്പൊ തന്നെ ഞാൻ കേൾക്കുന്നത് ഒരു ചേച്ചിയുടെ കരച്ചിലാണ്. ചേച്ചി കരയുവാണ്. ലേബർ പെയിൻ ആണ്, പ്രസവിക്കാൻ കിടക്കുകയാണ് ചേച്ചി, നല്ല കരയാ. അത് കേട്ടോട് കൂടി എന്റെ കിളി പോയി. ഞാൻ ഏട്ടനൊരു നോട്ടം നോക്കി. ഏട്ടൻ അതേ പാടെ ഏട്ടൻ പുറത്തിറങ്ങി. ഞാൻ അതിന്റെ ഉള്ളോട്ടും കയറി. എന്നിട്ട് ലേബർ റൂമിലെ സമയത്ത് ഞാൻ അവിടെ റെവലുമ്പോൾ കിടക്കുവാണ്. കിടക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു 8-9 പേരുണ്ട് പ്രസവിക്കാനായിട്ട്. ഇവരുടെ നടുവിലാണ് ഞാൻ കിടക്കുന്നത്. ഇവരുടെ കരച്ചില്, ഇവരുടെ പ്രസവ വേദന, പിന്നെ ഡോക്ടേഴ്സ് വരുന്നു, PV ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ ഞാൻ PV ചെയ്യുന്ന സമയത്തൊക്കെ കേട്ടിനും കാര്യങ്ങളൊക്കെ ഇടും കേട്ടോ. പക്ഷെ അവരുടെ കരച്ചിലൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ്, ഞാൻ നോർമൽ ഡെലിവറി എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വേണ്ട, എനിക്ക് സിസേറിയൻ മതി. അതിന്റെ പെയിൻ അടിപൊളി, സിസേറിയന്റെ പെയിൻ അറിയാലോ, സിസേറിയൻ കഴിഞ്ഞവർക്ക് അറിയാം. അതിന്റെ പെയിൻ വേറെ പെയിൻ, അതൊക്കെ എനിക്ക് മനസ്സിലായി, എനിക്കറിയാം നല്ല പെയിനാണ് കാര്യങ്ങളൊക്കെയാണെന്ന് ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഡെലിവറി ടൈമിലുള്ള പെയിൻ അനുഭവിക്കാൻ വയ്യ, അത് കഴിഞ്ഞിട്ട് ഞാൻ അനുഭവിച്ചോളാം എന്നുള്ള രീതിയിൽ ഞാൻ അവിടുന്ന് ഡിസിഷൻ ആണ് കേട്ടോ, എനിക്ക് നോർമൽ ഡെലിവറി വേണ്ട എന്നുള്ളത്. അങ്ങനെ അന്ന് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടല് കഴിഞ്ഞു. അന്ന് രാത്രി തന്നെ ഡിസ്ചാർജ് ആയിട്ടോ. നമ്മൾ അന്ന് രാത്രി തന്നെ ഡിസ്ചാർജ് ആയി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ബ്ലീഡിങ്ങും കാര്യങ്ങളും കാണുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ വന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു 2-3 ദിവസം, അത് കഴിഞ്ഞോടുകൂടി അത് മാറി. അങ്ങനെ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ അത്ര ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് വോമിറ്റിങ് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ക്ഷീണം, ഇടയ്ക്ക് ക്ഷീണം വരും, കിടന്നാൽ മതി എന്നുള്ളൊരവസ്ഥ, ആ ഒരു ക്ഷീണമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ചില ഫുഡിന്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പറ്റില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു 3 മാസം അങ്ങനെ പോയി, കുഴപ്പമില്ല. സെക്കൻഡ് ട്രൈംസ്റ്ററിലാണ് കേട്ടോ ഈ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വന്നത്. അപ്പം സ്റ്റിച്ച് ഇട്ടതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ആശ്വാസമായത്. മറ്റേത് ഞാൻ വല്ല വവ്വാലിനെ കെട്ടി തൂക്കിയ പോലെയായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. കാരണം കട്ടിലിന്റെ താഴെ ഇഷ്ടിക വെച്ചിട്ട് സ്ലോപ്പായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡും കാര്യങ്ങളൊക്കെ കിടന്നിട്ട് തന്നെയായിരുന്നു. ഫുൾ റെസ്റ്റ് തന്നെയായിരുന്നു, ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു ഫുൾ ടൈം. ഞാൻ ഒന്ന് പുറം ലോകം കണ്ടത് ഈ സ്റ്റിച്ചൊക്കെ ഇട്ടതിന്റെ ശേഷമാണ് കേട്ടോ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, മറ്റേ ഡോക്ടർ പറഞ്ഞ പോലെ ഫുൾ ടൈം കിടക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട, നടക്കാം, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാം, കുളിക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ദിവസത്തോളം കുളിച്ചോളാൻ പറഞ്ഞു. പിന്നെ കുറച്ചൊക്കെ നടക്കാം, വന്നിരിക്കാം, അത് കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ സ്റ്റേഴ്സ് കയറി ഇറങ്ങരുത്, അത് ശ്രദ്ധിക്കണം. പിന്നെ വെയിറ്റ് അധികം ഒന്നും എടുക്കരുത്, ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ട്രാവലിങ്ങും അല്ലാണ്ടൊന്നും ചെയ്യേണ്ട എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം സ്റ്റിച്ച് ഇട്ടതോട് കൂടി ശേഷമാണ് സത്യം പറഞ്ഞാൽ ഒരു മനസ്സമാധാനം കിട്ടിയത്. അതും കഴിഞ്ഞ് ഒരു 3rd ട്രൈംസ്റ്റർ ആകുമ്പോഴത്തേനും എനിക്ക് മാസം മാസം സ്കാനിങ് ഉണ്ടാവും കേട്ടോ. നമ്മളൊരു 6ാം മാസം തൊട്ടാണ് കോട്ടയ്ക്കൽ കാണിക്കൽ തുടങ്ങിയത്. അപ്പം ട്വിൻസ് ഒക്കെ ആയതുകൊണ്ട് മാസം സ്കാനിങ് ഉണ്ടാവും. പിന്നെ ഈ സെർവിക്സിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാസം മാസം നമുക്ക് സ്കാനിങ് എല്ലാം ഉണ്ട്. അപ്പം അതൊരു കുഴപ്പമില്ലാണ്ട് പോയിട്ടോ. സ്റ്റിച്ചൊക്കെ ഇട്ടുകൊണ്ട് വളരെ സമാധാനമായിട്ട് ഒരു 7 മാസം അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഒരു 8ാം മാസം സ്റ്റാർട്ട് ചെയ്യാൻ ആവാൻ സമയത്ത് ആ 3rd ട്രൈംസ്റ്റർ ആയല്ലോ, അപ്പോഴാണ് നമുക്ക് ഈ വയറ് വലുതാവുന്നതിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. എനിക്ക് അതിന് അത്ര വലിയ വയറൊന്നും ഉണ്ടായിരുന്നില്ലേ, ഞാനിവിടെ ഫോട്ടോസ് കൊടുക്കാം. എനിക്ക് അതിന് അത്ര വലിയ വയറും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. 2 പേരാണെങ്കിലും എനിക്ക് ഇച്ചിരി വയറേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പം തന്നെ നമുക്ക് കിടക്കാൻ ബുദ്ധിമുട്ട്. എനിക്ക് 2 സ്ഥലത്തും ബേബീസ് എല്ലാം ഉണ്ട്, നമുക്ക് അങ്ങോട്ടും കുറെ നേരം കിടക്കാൻ പറ്റില്ല, ഇങ്ങോട്ടും കിടക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നെ. പിന്നെ ഇവരുടെ ചവിട്ട്, 2 പേരും എനിക്ക് തോന്നുന്നു ഒരു 4ാം മാസം തൊട്ട് കുറച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് തന്നെ എനിക്ക് ഇവരുടെ ചവിട്ടും കുത്തൊക്കെ നല്ലോണം കിട്ടി തുടങ്ങിയായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല അടിപൊളി ഫീലിംഗ് ആണ് ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പെയിൻ ആവാൻ തുടങ്ങി, ചവിട്ടും കുത്തൊക്കെ കാരണം അടിപൊളി പെയിൻ വരാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞു. ആ ട്രൈംസ്റ്റർ അങ്ങനെ കുഴപ്പമില്ലാണ്ട് ഒരു 6-7 മാസം കഴിഞ്ഞു. ഒരു 7ാം മാസം കഴിയാറായപ്പോഴേക്കും എനിക്ക് ഒരു ദിവസം ഒരു വൈ ഡിസ്ചാർജ് പോലെ ഒരു സംഭവം വന്നു. ഓക്കെ, അപ്പം നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ ഒരു വൈ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം എനിക്കിത് അറിയില്ല എത്രത്തോളം പ്രശ്നമാണെന്നുള്ളത്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് നോക്കാം, നാളെയും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം, ഇത് കുഴപ്പമില്ലെന്ന് വിചാരിക്കണം എന്നുള്ള മട്ടിൽ ഞാനിരുന്നു. അപ്പം അന്ന് രാത്രി തന്നെ ആയിട്ട് രാത്രി സമയത്ത് എനിക്ക് ഒരു പെയിൻ വരാൻ തുടങ്ങി. ശരിയൊരു കൺട്രാക്ഷൻ ഫീലിംഗ് തന്നെയായിരുന്നു കേട്ടോ. പെയിൻ വരുന്നു, പെയിൻ കുറച്ച് കഴിഞ്ഞ് റിലീസ് ആവുന്നു, കുറച്ച് കഴിഞ്ഞ് ഒരു പെയിൻ വരുന്നു, റിലീസ് ആവുന്നു. അപ്പം തന്നെ എൻ്റെ മൈൻഡിലുണ്ട്
ഞാൻ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായും എൻ്റെ ഡെലിവറി നടക്കും, ഞാൻ പ്രസവിച്ചിട്ടേ പിന്നെ തിരിച്ചു വരുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ നല്ലോണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എൻ്റെ മനസ്സിൽ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പോയി കഴിഞ്ഞാൽ ഉറപ്പായും ഡെലിവറി നടക്കും, ഉറപ്പാണ് 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 എന്നുള്ള സംഭവം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ വീട്ടിലെ ഏട്ടനോട് എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ പെയിൻ ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഡോക്ടറെ അടുത്ത് പോകാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഡോക്ടറെ അടുത്ത് നമ്മൾ പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം എന്ന് വിചാരിച്ചു. ഞാൻ പോയി നോക്കുന്ന സമയത്ത് ഇച്ചിരിയും കൂടെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ചെറിയൊരു സ്പോട്ടിങ്ങും വന്നായിരുന്നു. അപ്പം തന്നെ എനിക്കെന്തോ ഓക്കെ ഇനി ഡെലിവറി ടൈമാണ് എന്നൊക്കെ തോന്നി എനിക്ക്. 8 കിടക്കുന്നേ ഉള്ളൂ കേട്ടോ, 32 വീക്സ് ആവുന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് എത്തി. ഓക്കെ ഇനി ഇതിന് ശേഷമുള്ള സ്റ്റോറി ഞാൻ എന്തായാലും സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. ഓക്കെ, അപ്പം ഈ അത്യാവശ്യം ലോങ് പോകും വീഡിയോ അല്ലെങ്കിൽ. ഓക്കെ, അപ്പം ഇതിൻ്റെ ബാക്കി ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെക്കൻഡ് പാർട്ടിൽ കൊടുക്കും. അതിന് മുന്നേ തന്നെ എനിക്ക് എൻ്റെ ഡെലിവറി എപ്പോഴാന്ന് വെച്ചാൽ 32 വീക്സ് പ്ലസ് 1 ഡേയിലാട്ടോ ഡെലിവറി നടന്നത്. ഓക്കെ, പ്രീ-ടേം ഡെലിവറി ആയിരുന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം ഞാൻ സെക്കൻഡ് പാർട്ടിൽ പറയാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ, ടാറ്റാ.